കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ പറഞ്ഞാൽ കളക്ഷൻ കിട്ടും. ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. എങ്ങോട്ടാണാവോ? ഞാനല്ലേ പോണ്ടത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ലേ. കിരീടത്തിലെ മോഹൻലാൽ പോണല്ലേ? പാപ്പന് വിഷമായി. വി.ഡി. സതീശൻ സംസാരിക്കുന്നതിന് മുൻപ് ഷാഫി വിളിക്കാത്തതിൽ DCC സെക്രട്ടറിയോട് വേദിയിൽ വെച്ച് തർക്കിച്ചു. ഒറ്റ വരിയിൽ പ്രസംഗം അവസാനിപ്പിച്ച് ഷാഫി പറഞ്ഞു. മൂർക്കം പാമ്പിനാണ് നോവിച്ചു വിട്ടേക്കണം, അറിയാവോ? മൂർക്കം പാമ്പിനെ. ഒരു മിനിറ്റ്, കുറച്ച് തിരക്കണ്ടേ, അതാ. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്. ഭയങ്കര മനസ്സ്. നീ എന്നെ പറ്റിച്ചതാ, ഒരു പ്രാവശ്യം പറ്റിച്ചതാണ്, എനിക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ട അവസാനം വിപ്ലവം ഉണ്ടായ വഴി പറയുമ്പോഴാണോ ഇടയ്ക്ക് കയറുന്നത്. ഞാൻ പറഞ്ഞില്ലേ അലിയനെ കെടുത്തോന്ന്. ഇപ്പൊ കണ്ട ഞാൻ ഇന്ന് ഇങ്ങനെ നടക്കടാ. പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. അവനെന്റെ ഫ്രണ്ടാണ്. അതിനെന്താ? അല്ല, ഞങ്ങളിങ്ങനെ തരികിട പരിപാടിയായിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ചോളൂ. എന്തെത്ര ധൃതി? ഇന്ന് വേറെ എവിടെയെങ്കിലും പ്രസംഗം ഉണ്ടാ? ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. അങ്ങനെ ഒരു വിഷയമില്ല. ആരാ പറഞ്ഞത്? ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം. ദൃശ്യങ്ങളിൽ അങ്ങനെയാണ്. കാരണം താങ്കളെ കഴുത്തിൽ പിടിച്ച് പുറകിലേക്ക് വലിക്കുന്നു, നിങ്ങൾ തമ്മിൽ കുശുകുശുക്കുന്നു, അങ്ങനെ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. എന്റെ പൊന്ന് സാറേ, വെറുതെ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ച് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ പ്ലീസ്. നിങ്ങള് തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത്രയും വേണോ? ഇരിക്കട്ടെന്ന് ചിലരെങ്കിലും ചുമ്മാ വിചാരിച്ചോട്ടെ.